ഓക്കെ, ഇച്ചിരി ചിക്കൻ ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ 2 സവാള കുത്തിയരിഞ്ഞിട്ടിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഇവിടെ ചേർക്കാം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതോടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും കൂടി ക്രഷ് ചെയ്ത് ചേർക്കാം. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും ഇട്ട് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ച് ചിക്കനിലേക്ക് ചേർക്കാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ മസാലയ്ക്കൊക്കെ വേണ്ടി ഒരു ഇത്തിരി ഉപ്പും കൂടി ഇടണം കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയും കൂടി ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉരുളൻകിഴങ്ങിനൊക്കെ ഉപ്പ് വേണമല്ലോ, സവാളയ്ക്കൊക്കെ. ഇത് നമുക്കിനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത്തിരി ഇതുണ്ടോ കുത്തിയ മുളക് ഇച്ചിരി എടുത്തിട്ട് നമുക്ക് മുളക് റെഡ് ചില്ലി കുത്തിയതാണ് കേട്ടോ, അത് ഇച്ചിരി ഇടാം. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ഇതെല്ലാം ഒരു ഇതായി കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇനി അപ്പോൾ ഞാൻ കുറച്ച് ചീസും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചീസും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇനി മിക്സ് ചെയ്യേണ്ട. ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കിയിടാം. കുറച്ച് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൽ മുക്കുക, റസ്ക് പൊടിയിലേക്ക് ഇടുക, എല്ലാം മുക്കി നമുക്കിടാം. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലോട്ട് ഇടാം. അതാണല്ലോ എളുപ്പം. ഇപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് മുക്കിയിടാം കേട്ടോ. അല്ല, അങ്ങനെ അധികം തീ പാടില്ല കേട്ടോ. കുറച്ച് ഒത്തിരി കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പെട്ടെന്ന്. അപ്പോൾ നമ്മളൊരു അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് നല്ല മയോണൈസും സോസൊക്കെ കൂട്ടി കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കുറേശ്ശെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറേ ഉണ്ടായിട്ടോ, ഇത്രയും സാധനം കൊണ്ട് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് വെച്ചപ്പോൾ തന്നെ പിള്ളേരൊക്കെ വന്ന് കഴിച്ചു തുടങ്ങി. ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ഈ സോസിലൊന്ന് മുക്കിയിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ.